2 ദിവസം മുന്നേ നമുക്ക് മഴ പെയ്ത് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് വന്നപ്പോഴത്തേക്കും ദേണ്ട നടക്കുന്ന അടുത്ത പണി. നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ഷ്രിമ്പുകൾക്ക് ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ. എന്തായാലും ഇത് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മഴ കാരണം നല്ല പണി കിട്ടിയതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം ഓവർഫ്ലോ ആയിട്ട് ഷ്രിമ്പുകളെല്ലാം ഒഴുകിപ്പോയി. അങ്ങനെ ഒഴുകിപ്പോയതിൽ നിന്ന് കിട്ടിയ ഒരുത്തരാണ് ഈ കാണുന്നത്. നമ്മുടെ പംകിൻ യെല്ലോൻ്റെ ടാങ്കിൽ നിന്ന് ഒഴുകിപ്പോയതാണ്. എന്തായാലും ആശാനെ സേഫായിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റി. കുറച്ചധികം പാഴ്സലുകൾ നമുക്കിന്ന് അയക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാലഞ്ചിൻ്റെ ഡേ 3 ആയിരുന്നു ഇത്. എന്തായാലും ഡേ 3യിൽ നമുക്ക് 2 പാഴ്സലാണ് കിട്ടിയത്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഡേ 1 ടു ഡേ 3യുടെ പാഴ്സലുകളുടെ ഇതെണ്ണം കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 8 പാഴ്സലോളം വന്നു. 8 പാഴ്സലിൽ നിന്ന് നമുക്കുണ്ടായ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5300 രൂപയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇത്രയും ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം കൂടെ ആലോചിക്കണം, ഇതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ ചിലവായേക്കുന്നത് ഏകദേശം 6600 രൂപയോളമാണ്. അതായത് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും കോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റിലോട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ചാലഞ്ചുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാലഞ്ച് സക്സസ് ആകുമോ അതോ മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണാം.